അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അല പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഈ മസ്അല പ്രത്യേകിച്ച് ഉമ്മപെങ്ങന്മാര്, സ്ത്രീകളാണ് മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നാൽ പ്രത്യേകിച്ച് ഉമ്മപെങ്ങന്മാർ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാണ് ഹൈള് രക്തം മുറിയുക എന്നുള്ളത്. ഹൈള് രക്തം നിന്നു കഴിഞ്ഞാൽ അവർ ഫർള് കുളി കുളിക്കൽ നിർബന്ധമാണ്. ഹൈളുകാരിക്ക് നിസ്കാരം ഹറാമാണ്, അല്ലെ? ഫർള് കുളി കുളിച്ചു കഴിഞ്ഞാൽ അവൾ നിസ്കരിക്കാൻ തുടങ്ങണം. എന്നാൽ ഏത് നിസ്കാരം മുതലാണ് അവർ നിസ്കരിക്കേണ്ടത്? നമ്മൾ സാധാരണ കാണാറുള്ളത്, അവർ ഏത് സമയത്താണ് കുളിക്കുന്നത്, ആ കുളിക്കുന്ന സമയത്ത് ഹാളറായിട്ടുള്ള നിസ്കാരം മുതൽ അങ്ങോട്ട് നിസ്കരിക്കുന്നതാണ് കണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഏത് നിസ്കാരത്തിന്റെ സമയത്താണ് ഹൈള് രക്തം മുറിയുന്നത്, ആ സമയത്തുള്ള നിസ്കാരം മുതൽ അങ്ങോട്ട് നിസ്കരിക്കണം. ഉദാഹരണത്തിന്, ളുഹ്ർ നിസ്കാരത്തിന്റെ അവസാന സമയമാകുമ്പോൾ അസ്ർ നിസ്കാരത്തിന് തൊട്ട് മുമ്പാണ് ഒരു സ്ത്രീയുടെ ഹൈള് രക്തം നിന്നത് എങ്കിൽ അവൾ കുളിച്ചു കഴിയുമ്പോഴത്തേനും അസ്ർ ആയിപ്പോയി. എന്നാൽ ഈ ളുഹ്റും നിസ്കരിക്കണം, അതിനുശേഷമുള്ളത് അങ്ങനെ നിസ്കരിക്കണം. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസ്ർ നിസ്കാരത്തിന്റെ സമയത്താണ് ഒരു സ്ത്രീയുടെ ഹൈള് രക്തം നിന്നത് എങ്കിൽ അത് മഗ്രിബോട് തൊട്ടടുത്ത മഗ്രിബ് ബാങ്കിന് 1-2 മിനിറ്റ് മുമ്പാണ് അവളുടെ ഹൈള് രക്തം നിന്നു എന്ന് അവൾ മനസ്സിലാക്കിയത് എങ്കിൽ അവൾ കുളിച്ചു കഴിയുമ്പോഴത്തേനും മഗ്രിബൊക്കെ ആയിപ്പോയി. എന്നാലും അസ്റും നിസ്കരിക്കണം, ളുഹ്റും നിസ്കരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അസ്ർ നിസ്കാരത്തിന്റെ സമയത്ത് ഹൈള് രക്തം മുറിഞ്ഞ ഒരു സ്ത്രീ, അവള് കുളിച്ചിട്ട് അസ്റും നിസ്കരിക്കണം, ളുഹ്റും നിസ്കരിക്കണം. അതുപോലെ ഇശാഇന്റെ വക്തിലാണ് ഒരു സ്ത്രീയുടെ ഹൈള് രക്തം മുറിഞ്ഞത് എങ്കിൽ അത് ചിലപ്പോൾ സുബ്ഹിയുടെ തൊട്ട് മുമ്പായിരിക്കും, 1-2 മിനിറ്റ് മുമ്പായിരിക്കും അവളുടെ ഹൈള് രക്തം നിന്നത് എങ്കിൽ അവൾ കുളിച്ചിട്ട് ഇശാഉം നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് സമയത്ത്, അതായത് അസ്റിന്റെ സമയത്താണ് ഹൈള് രക്തം മുറിയുന്നത് എങ്കിൽ അസ്റും ളുഹ്റും നിസ്കരിക്കണം. ഇശാഇന്റെ സമയത്താണ് ഹൈള് രക്തം മുറിയുന്നത് എങ്കിൽ ഇശാഉം നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം. ഇനി സുബ്ഹിയുടെ വക്തിലാണ് ഹൈള് രക്തം നിന്നത് എങ്കിൽ കുളിച്ചിട്ട് സുബ്ഹി നിസ്കരിച്ചാൽ മതി. ളുഹ്റിന്റെ സമയത്താണെങ്കിലും കുളിച്ചിട്ട് ളുഹ്ർ നിസ്കരിച്ചാൽ മതി. ഈ രണ്ട് സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.